പോലീസ് കമ്മീഷന് ലഭിച്ചാവട്ടെ 486 പരാതികൾ. ഈ വഞ്ചിക്കപ്പെട്ടവരിൽ 90% സ്ത്രീകളും. എൻ്റെ പേര് അംബിക. ഞാൻ TCS വർക്ക് ചെയ്യുന്നു, ഇൻഫോ പാർക്കിൽ. ഞാൻ മൂൺ ഗോഡസ് കൗച്ചറിൽ നിന്ന് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാനൊരു ടോപ്പും ഷോളും കൂടി അടങ്ങുന്ന ഒരു കോംബോ ഓർഡർ ചെയ്തത്. ഈ കോംബോ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഒരു 3 മാസം 4 മാസം കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഇവരോട് ഡിസ്പാച്ചിങ് ടൈം എപ്പോഴാണ് എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിസ്പാച്ച് തുടങ്ങില്ല, 70 to 90 വർക്കിംഗ് ഡേയ്സ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ സമയം കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. 70 to 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 6 മാസത്തിൽ കൂടുതൽ എന്തായാലും അത് എടുക്കില്ല. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഡെലിവർ ആവാത്തത്. ഞാൻ ഇവരുടെ സപ്പോർട്ട് വെബ്സൈറ്റിൽ ഇവരുടെ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. അതിൽ കയറി ഓർഡറിന്റെ സ്റ്റാറ്റസ് പലതവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ തവണയും വരുന്നത് ഒരേ മെസ്സേജ് തന്നെയാണ്. എന്ന് വെച്ചാൽ അവരുടെ വെയർ ഹൗസിന് തീ പിടിച്ചു, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് നശിച്ചുപോയി, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രോഡക്റ്റ് ഡെലിവർ ആവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 തവണ ഒരേ മെസ്സേജ് തന്നെ എനിക്ക് കിട്ടി. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ഒരു മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ നിങ്ങളെ വിശ്വസിച്ച് ഓൾറെഡി പേ ചെയ്ത് നിങ്ങളുടെ ഒരു മെറ്റീരിയലിന് വേണ്ടി നിങ്ങളെ അത്ര വിശ്വസിച്ച് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരോട് എന്തിനാണ് ഈ വൃത്തികെട്ട പരിപാടി കാണിക്കുന്നത്? എന്തിനാണ് ഈ നാറിയ പരിപാടി കാണിക്കുന്നത്? അപ്പം നിങ്ങൾക്ക് അതിന് പറ്റില്ലെങ്കിൽ നിർത്തിപ്പോയാൽ പോരെ? ഇവിടെ ഇങ്ങനൊരു സംഭവം ഇല്ല എന്നങ്ങ് പറഞ്ഞാൽ പോരെ? തീർന്നില്ലേ പ്രശ്നം? ഒരു മനുഷ്യനെ ഇങ്ങനെ ഇട്ട് 1 വർഷത്തോളമൊക്കെ ഒരു മനുഷ്യനെ ഇട്ട് പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ന്യായമാണ് നിങ്ങളൊക്കെ ഈ ആൾക്കാരോടൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു പ്രോഡക്ട്സിന് ഒക്കെ തീ പിടിച്ചു, അപ്പം ഇപ്പം നിങ്ങൾക്ക് ഡെലിവറി ഒന്നും എത്തിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ, ഇതെന്തൊരു മുടന്തൻ ന്യായങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊരു ക്ലോത്ത് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, അത് നല്ല രീതിയിൽ ആൾക്കാർ മനസ്സിലാക്കി അത് ഇഷ്ടപ്പെട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വരുമ്പം ആ ഒരു ട്രസ്റ്റ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയല്ലാതെ എന്തിനാണ് ഇങ്ങനെ വൃത്തികെട്ട പരിപാടികൾ ചെയ്യണത്? ഓരോരോ മനുഷ്യനും അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയല്ലേ, അതല്ലേ നിങ്ങളെ വിശ്വസിച്ച് തരുന്നത്? അതും പേ ഓൺ ഡെലിവറി ഇല്ല, മുന്നേ തന്നെ അവർ പേയ്മെന്റ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ പ്രോഡക്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെയുള്ള ആൾക്കാരോടാണ് നിങ്ങൾ ഇതുപോലത്തെ വൃത്തികെട്ട പരിപാടികൾ ചെയ്യണത്. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെയും ചെയ്യാനായിട്ട് 4 മില്യൺ ഫോളോവേഴ്സൊക്കെയാണ് നിങ്ങൾക്ക് പേജിലൊക്കെ ഉള്ളത്. അപ്പോൾ അതിലൂടെയൊക്കെ എത്ര കസ്റ്റമേഴ്സ് നിങ്ങളെ വിശ്വസിച്ച് വരുന്നുണ്ടാവും? 486 കേസാണ് ഇപ്പം നിലവിലുള്ളത്. കേസ് കൊടുക്കാൻ ധൈര്യപ്പെട്ടവർ മാത്രമായിരിക്കും ഈ ഒരു 486 കണക്കിൽ പെട്ടിട്ടുണ്ടാവുക. കേസ് കൊടുക്കാതെ തങ്ങൾക്ക് പറ്റിയ ചതി ഉള്ളിലൊതുക്കി കഴിയുന്ന വേറെ എത്രയോ പേരുണ്ടാകും. അപ്പൊ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കൊടുക്കാൻ നിൽക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ അത് വേണ്ടെന്ന് വെച്ചാൽ പോരെ? ഞങ്ങളിപ്പം ഇങ്ങനെയുള്ള സംഭവം ചെയ്യുന്നില്ല എന്നങ്ങ് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ കാര്യം? അതോ നിങ്ങൾ ഈ നൂലൊക്കെ കണ്ടുപിടിച്ച് തുണിയൊക്കെ ആദ്യം മുതൽ നെയ്തുണ്ടാക്കിയിട്ടാണോ ഈ ഒരു സംഭവമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? അറിയാൻ പാടില്ലെന്ന് ചോദിക്കുകയാണ്. ഒരു ഡ്രസ്സിനൊക്കെ 6 മാസം 1 വർഷമൊക്കെ ലേറ്റായി ഒരു മനുഷ്യൻ കാത്തിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എവിടെയെങ്കിലും നടക്കണ കാര്യമാണോ? ഈ ഒരു മൂൺ ഗോഡസിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ, വേറെ എവിടെയും നടക്കില്ല. ഇപ്പം ഓരോരോ സാധാരണ മനുഷ്യനും ഓൺലൈൻ പർച്ചേസ് നടത്തുന്ന ആൾക്കാരാണ്. നമ്മൾ ഏറിപ്പോയാൽ 3, 4, 5 ദിവസം എന്തായാലും പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കും. അത് ഏതൊരു കമ്പനി ആണെങ്കിലും. നിങ്ങളുടെ ഒരു കമ്പനിയിൽ മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്നത്. അത് മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന ന്യായീകരണങ്ങളാണ് നിങ്ങളിവിടെ പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. ആരെങ്കിലും വിശ്വസിക്കൂ ഇതൊക്കെ? പൈസ കൊടുത്ത് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് കാത്തിരിക്കുന്ന ആള് എന്തിനറിയണം നിങ്ങളുടെ ഈ ഒരു ഗോഡൗൺ കത്തിപ്പോയിന്നോ നിങ്ങളുടെ മെറ്റീരിയൽസ് ഒക്കെ നശിച്ചു പോയെന്നോ? അവരെന്തിനറിയണം? അവരധ്വാനിച്ച് അവരെ വിയർപ്പില് ഉണ്ടാക്കിയ പൈസ നിങ്ങൾക്ക് തരുമ്പോ അത്രയും വിശ്വാസത്തോടെയാണ് അവർ തരുന്നത്. ആ വിശ്വാസം നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പോണം. എന്തിന്? മുൻകോടസിന്റെ കമന്റ് ബോക്സിൽ മുൻകോടസ് കൗച്ചർ ഫേക്ക് ആണ്, ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു അത് എന്ന് പറയാം. ഇനി അങ്ങനെ കമന്റ് ഇടുന്നവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ്. ബ്ലോക്ക് ചെയ്യും എന്തായാലും. എന്തെങ്കിലും കബളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുക കേട്ടോ. എന്താ പറച്ചിൽ നോക്ക്. ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും ഇത്രയൊക്കെ ആൾക്കാർ ഇതിനെതിരെ റിയാക്ട് ചെയ്തിട്ടും 2-3 ആഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കത്തിക്കയറി നടക്കുന്ന ഒരു വിഷയമാണത്. എന്നിട്ടും എന്ത് ലാഘവത്തോടെയാണ് വന്ന് പറയണത് നിങ്ങൾ പോയി കേസ് കൊടുക്കുക.
എന്താണ് അതെ, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ലേ? കാരണം ഈ ഒരു സംരംഭത്തിലൂടെ നിങ്ങൾ ഉണ്ടാക്കാവുന്നതിന്റെ ഒരുപാട് ഇരട്ടി നിങ്ങൾ ഉണ്ടാക്കി. പാവപ്പെട്ടവൻ മാത്രം ഇതിൽ പറ്റിക്കപ്പെട്ടു. കുറച്ച് പൈസ എല്ലാവരുടെയും വെള്ളത്തിലായി. അപ്പം നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, കൈ കഴുകിയിട്ട് അങ്ങ് പോകാം, ഒരു കുഴപ്പമില്ല. എന്താ നോക്കണേ, ഒരു ഉളുപ്പുമില്ലാതെ വന്നിട്ട് ന്യായീകരിക്കുകയാണ്. ഞങ്ങൾ വെബ്സൈറ്റ് കൂടെ മാത്രമേ ഉള്ളൂ, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഒന്നും നമുക്കില്ല, വെബ്സൈറ്റ് കൂടെ മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ വെബ്സൈറ്റ് കൂടെ ഓർഡർ ചെയ്ത ആൾക്കാരാണ് ഈ ഒരു പരാതിയായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആൾക്കാര്. വെറുതെ പറയില്ലല്ലോ, വിത്ത് എവിഡൻസ് അല്ലേ പോലീസിൽ പോയി കേസ് കൊടുത്തിട്ടുള്ള ഇവര്. പിന്നെയും നിങ്ങൾ എന്തെന്ന് എക്സ്പ്ലനേഷൻ ആണ് ഈ കൊടുക്കുന്നത്? കഷ്ടം എന്തായാലും. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്ക് ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ നിർത്തിയിട്ട് പോകണം, അത്രയും മതിയില്ലേ? അല്ലാതെ സാധാരണക്കാരനായിട്ടുള്ള ആളുകൾ, അതായത് 3000, 4000, 5000, 6000 ഒന്നും കൊടുത്ത് പ്രോഡക്ട്സ് വാങ്ങാൻ, ഡ്രസ്സ് മെറ്റീരിയൽസ് വാങ്ങാൻ കഴിവില്ലാത്ത ആൾക്കാരാണ്. കുറച്ചെങ്കിലും വില കുറവിൽ നിങ്ങളുടെ ഈ ഒരു പേജിലൂടെ നല്ല രീതിയിലുള്ള പ്രോഡക്ട്സ്, നല്ല ഭംഗിയുള്ള പ്രോഡക്ട്സ് കിട്ടുമ്പം ആരായാലും ഇതിൽ അട്രാക്റ്റഡ് ആയി പോകും. അപ്പം അവർക്ക് ആ ഒരു മെറ്റീരിയൽ എത്തിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനിങ്ങനെ പോസ്റ്റ് ഇടണം? നിങ്ങൾ എന്തിനിങ്ങനെ ഒരു സംഭവം തുറന്നു വെച്ചിരിക്കണം? അടച്ചിട്ട് പോയാൽ പോരെ, ആരും നിങ്ങളോടൊന്നും ചോദിക്കാൻ വരില്ലല്ലോ. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഒരു കുലുക്കും ഇല്ല ഈ സ്ത്രീക്ക്, ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് യാതൊരു കുലുക്കും ഇല്ല. കൊള്ളാം എന്തായാലും. എന്താ പറയാ, ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. നിർത്തിയിട്ട് പോവുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.